SBI ബാങ്കും ഭാരത് പെട്രോളും തമ്മിൽ കൊളാബറേഷൻ ചെയ്ത് വരുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ് കേട്ടോ BPCL. ഇതിന്റെ ക്വിക്ക് അൺബോക്സിംഗ് കാണാം. പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ദേ ഇങ്ങനത്തെ ഒരു പ്രീമിയം പാക്കേജിലാണ് കേട്ടോ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് വരുന്നത്. ഞാൻ ഓൾറെഡി പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ വളരെ കട്ടിയുള്ളൊരു പേപ്പറാണ് കേട്ടോ ഇതിന്റെ. ശരിക്കും ഇതിന്റെ സീലിംഗ് ഭയങ്കര സെക്യൂർഡ് ആണ് കേട്ടോ. വൺ ടൈം ഓപ്പൺ ചെയ്തുകൊണ്ട് എന്തായാലും നമ്മൾ അറിയും. അത് പൊട്ടിച്ച് കഴിയുമ്പോൾ നമുക്കൊരു 3 പേപ്പറാണ് കേട്ടോ കിട്ടുക. ആദ്യത്തെ പേപ്പർ നമ്മുടെ കാർഡിന്റെ ലിമിറ്റും നമ്മുടെ പേരും അഡ്രസ്സും എല്ലാം ഉള്ളതാണ് കേട്ടോ. പിന്നെ കാർഡിന്റെ സെക്യൂരിറ്റിനെ കുറിച്ചുള്ള ഗൈഡ് ലൈൻസ് ആണ് കേട്ടോ. നമ്മൾ OTP ഷെയർ ചെയ്യാൻ പാടില്ല, CVV നമ്പർ ഷെയർ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ബാക്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ കാർഡിന്റെ ഓഫറുകളെ കുറിച്ച് ഡീറ്റെയിലിംഗ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പറാണ് കേട്ടോ. അതിന്റെ ബാക്കിൽ ഫുൾ അതിന്റെ ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. കാർഡിന് ആനുവൽ ചാർജ് ആയിട്ട് ഒരു 499 രൂപ പ്ലസ് GST ഉണ്ട് കേട്ടോ. അത് വെൽക്കം ഗിഫ്റ്റ് ആയിട്ട് 500 രൂപയുടെ റിവാർഡ് പോയിന്റ് കിട്ടും. പിന്നെ ഭാരത് പെട്രോളിൽ നമ്മൾ പെട്രോൾ അടിക്കുമ്പോൾ ഒരു 13H റിവാർഡ് പോയിന്റുകൾ കിട്ടും. പിന്നെ ഡൈനിങ്, ഗ്രോസറീസ്, മൂവി ഇതിനെല്ലാം നമുക്ക് എക്സ്ട്രാ ഒരു 5H പോയിന്റ് കിട്ടും. കിട്ടുന്ന റിവാർഡ് പോയിന്റുകൾ നമുക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി കൺവേർട്ട് ചെയ്യാം. ഫൈനലി നമുക്ക് എത്ര ലിമിറ്റ് ഉണ്ട്, എത്ര ക്യാഷ് ലിമിറ്റ് ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ആണ്. 1 ലക്ഷം രൂപയായിട്ടാണ് നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടിയിരിക്കുന്നത്. ക്യാഷ് ലിമിറ്റ് ആയിട്ട് 10,000 രൂപയും. എല്ലാ മാസവും 21-ാം തീയതി നമ്മുടെ ബില്ല് ജനറേറ്റ് ആവും. പിന്നെ ഇവിടെ മേലെ പ്രത്യേകിച്ച് കാർഡ് കിട്ടി എങ്ങനെ ആക്ടിവേഷൻ ചെയ്യണം അതിനുള്ള രീതികൾ ഈ സൈഡിലായിട്ടാണ് നമ്മുടെ കാർഡ് വരിക. പിന്നെ അതിന്റെ ബാക്കിലും പ്രത്യേകിച്ച് കാർഡ് എങ്ങനെ യൂസ് ചെയ്യണം, അതെങ്ങനെ ഫ്രോഡ് പ്രൊട്ടക്ഷൻ ചെയ്യണം എന്നുള്ള ഒരു പർപ്പസ് ആണ് കേട്ടോ. ഫൈനലി ഇതാണ് നമ്മുടെ BPSന്റെ ക്രെഡിറ്റ് കാർഡ് കേട്ടോ. നല്ല പ്രീമിയം ലുക്കിൽ നല്ല ഗ്ലോസി ഫിനിഷിലാണ് കേട്ടോ കാർഡ് വന്നിരിക്കുന്നത്. ആക്ച്വലി ഇതെന്റെ SBIയുടെ ഫസ്റ്റ് ക്രെഡിറ്റ് കാർഡാണ് കേട്ടോ. അതും റൂപേ വേരിയന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗൂഗിൾ പേയിൽ ആഡ് ചെയ്ത് സ്കാൻ ചെയ്ത് പേയ്മെന്റുകൾ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.